വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ദേശീയപാതയിലെ തെരുവ് വിളക്കുകളുടെ ബില്ലിംഗ് സ്ലാബിൽ മാറ്റം വരുത്തിയിരിക്കുന്നു KSEB. തദ്ദേശ സ്ഥാപനങ്ങളുടെ സബ്സിഡി നിരക്കിൽ നിന്ന് വാണിജ്യ അടിസ്ഥാനത്തിലേക്കുള്ള പട്ടികയിലേക്കാണ് മാറ്റിയത്. ഇതോടെ വൈദ്യുതി ബില്ല് 2 ഇരട്ടിയായി വർദ്ധിച്ചു. യൂണിറ്റിന് 5 രൂപ ഉണ്ടായിരുന്നത് 15 രൂപയായി. കോഴിക്കോട് ബൈപ്പാസിലെ തെരുവ് വിളക്കുകളുടെ വൈദ്യുതി ബില്ല് 16 ലക്ഷത്തിൽ നിന്ന് 1/2 കോടി രൂപയായിരിക്കുന്നു. 15 വർഷത്തേക്ക് ബിൽ തുക അടക്കേണ്ടത് നിർമ്മാണ കമ്പനിയാണ്. എന്നാൽ അധികമായി വന്ന ബിൽ ദേശീയപാത അതോറിറ്റി അടക്കണമെന്ന നിലപാടിലാണ് കരാർ കമ്പനിയുള്ളത്. സിനോജ് തോമസ് ആണ് ചെയ്തത്. സിനോജ്, വല്ലാത്ത ഇരുട്ടടിയായി പോയി അല്ലേ? തീർച്ചയായിട്ടും വിനീത, അതായത് സംസ്ഥാനത്ത് ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. പല ജില്ലകളിലും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ കാസർഗോഡ് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും 2 റീച്ചുകളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് പ്രധാനമന്ത്രി തന്നെ ആ റോഡ് നാടിന് സമർപ്പിച്ചതാണ്. മലപ്പുറത്തക്കത്തിന് ടോൾ പിരിവും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ദേശീയപാതയിലാണ് ഇത്തരത്തിൽ ഇരട്ടടി വന്നിരിക്കുന്നത്. അതായത് ദേശീയപാതയിൽ 50 മീറ്റർ ഇടവേളകളിലാണ് വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. സർവീസ് റോഡിലേക്കും 6 വരിയിലേക്കും കൃത്യമായി വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. KSEB വൈദ്യുതി കണക്ഷൻ നൽകിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരുവ് വിളക്കുകൾക്ക് സബ്സിഡി നൽകുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിന് യൂണിറ്റിന് 5 രൂപ വെച്ചാണ് നൽകുന്നത്. അതേ നിരക്കിൽ തന്നെയാണ് വൈദ്യുതി കണക്ഷൻ നൽകിയത്. പക്ഷേ ഈ ഏറ്റവും ഒടുവിൽ വന്ന ബില്ലിൽ അതിന്റെ സ്ലാബിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. അത് വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് ദേശീയപാത അതോറിറ്റിയുടെ ഈ കണക്ഷനുകൾ മാറ്റിയിരിക്കുന്നു. അതോടുകൂടി യൂണിറ്റിന് 15 രൂപയായിരിക്കുന്നു. ഉദാഹരണത്തിന് കോഴിക്കോട് ബൈപ്പാസിൽ 1600 തെരുവ് വിളക്കുകളാണുള്ളത്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ. അതിൽ 16 ലക്ഷം അല്ലെങ്കിൽ 18 ലക്ഷമായിരുന്നു ബില്ല് വന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ 50 ലക്ഷത്തിലധികം ബില്ലായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ദേശീയപാതയുടെ 66ന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 65,000 തെരുവ് വിളക്കുകളാണ് സ്ഥാപിക്കേണ്ടി വരിക. 15 വർഷത്തേക്ക് റോഡ് നിർമ്മിച്ച കരാർ കമ്പനി തന്നെയാണ് ബില്ല് അടയ്ക്കേണ്ടത്. പക്ഷേ കരാർ കമ്പനി പറയുന്നത് അവർ സബ്സിഡി നിരക്ക് വെച്ചാണ് കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ KSEB യൂണിറ്റിന്റെ വില 15-ൽ നിന്ന് 5 തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി ബില്ലടയ്ക്കാനുള്ള വഴി കണ്ടെത്തണമെന്നൊരു നിലപാടിലാണ് ഈ കരാർ കമ്പനി ഉള്ളത്. വിനീത, ശരി, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.